എല്ലായ്പ്പോഴും കാലത്തെ ഭേദിച്ചുകൊണ്ട്, കാലത്തെയും ദിക്കുകളെയും സമയത്തെയും ഒക്കെ അതിക്രമിച്ച് നിൽക്കുന്ന, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന വിഷ്ണുവിനെ എങ്ങനെയാണ് നമ്മൾ പരിമിതപ്പെടുത്തിയ ഒരു ക്ഷേത്രത്തിലോ വിഗ്രഹത്തിലോ ഇതാണ് വിഷ്ണു, ഇത് വിഷ്ണുവിന്റെ ലോകാണ്, വൈകുണ്ഠാണെന്ന് നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റും? അപ്പൊ നമ്മൾ ഈ അടയാൻ ഉദ്ദേശിക്കുന്ന വിഷ്ണു പദം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇപ്പോൾ ഉണ്ട് ഇല്ലേ? ഇപ്പോഴുള്ള ഒരു വസ്തുവിനെ നമ്മൾ കാണാതെ അത് പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യം എന്താ? നമ്മൾ ഈ ശരീരം എന്ന് പറയുന്ന ഉപാധി നമുക്ക് തന്നിട്ട് ഇപ്പോൾ അറിയാൻ പറ്റാത്ത ഒരു കാര്യത്തെ ഈ ശരീരം ഇല്ലാതെ നമ്മൾ എങ്ങനെ അറിയും? ഒരു മനുഷ്യൻ എങ്ങനെ അറിയും? ഇതാണ് ചോദ്യമാണ്. അപ്പോ ഇവിടെ ഒന്ന് ഇല്ല, അങ്ങനെ ഒരെണ്ണം ഇല്ല. അപ്പോ ഇവിടെ ഒന്നും എന്താ പറയാ, ഈ വേറെ ഒരു ലോകത്ത് വേറെ ഒന്നുമില്ല, ഉള്ളതെല്ലാം ഇപ്പോഴിവിടെയുണ്ട്, ഇവിടെ ഇല്ലാത്തത് വേറെ ഒരിടത്തുമില്ല, ഉള്ളതാണെങ്കിൽ പിന്നെ അത് സദാ നമ്മുടെ കൂടെ ഉണ്ട് ഇല്ലേ? ഉള്ളത് ഇപ്പൊ ഞാനുണ്ട്, ഈ മുറിയിൽ എനിക്ക് വായു ഇല്ല, വെളിയിൽ മാത്രമേ വായു ഉള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ വായു ഉണ്ട്, ഇത് മുറിയാണ് അടച്ചു കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ വായു ഉണ്ട്. എന്നാൽ പുറത്തിറങ്ങിയാലോ അവിടെയും ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന വിഷ്ണു. ഇപ്പോഴുണ്ട്, ഞാൻ എൻ്റെ ശരീരം വിട്ടു കഴിഞ്ഞാലും ഉണ്ട്, എൻ്റെ ഈ ശരീരം വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു, എല്ലായിടത്തും അത് വ്യാപിച്ചിരിക്കുകയാണ്. വളരെ നന്നായിട്ട് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിൽ പിടിച്ചു വേണം നമ്മൾ ഇനി മുമ്പോട്ട് പോകാനായിട്ട്. കാരണം എനിക്ക് വേറൊരിടത്തും എത്തി എന്റെ സുഖം എന്ന് പറയുന്ന ആ വസ്തു ദൈവത്തിനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ അടയാനായിട്ട്, കിട്ടാനായിട്ട് ഞാൻ വേറെ ഒരിടം, അതായത് ഇവിടെ ഇല്ലാത്ത ഒന്നിനെ അന്വേഷിച്ച് വേറൊരിടത്ത് പോകേണ്ട ആവശ്യമില്ല അല്ലേ? അതല്ലേ അതിന്റെ സത്യം. ഉള്ളതാണെങ്കിൽ പിന്നെ എന്താണ്, നമുക്ക് ഒളിച്ചു വെച്ചിരിക്കുകയാണോ? ഇല്ല ഇല്ല, ഇവിടെ വ്യാപിച്ചു നിൽക്കുന്ന നമ്മുടെ കൂടെ. ദാറ്റ് ഈസ് എവർ ലാസ്റ്റിംഗ് ഹാപ്പിനെസ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താ? എന്നും പരമാനന്ദ സുഖം, സാന്ദ്രാനന്ദ അവബോധം എന്നാ പറയുന്ന ഭഗവാനെ അല്ലെ? ആ അവബോധം എന്ന് പറയുന്ന ഈ ആ വസ്തു ഇല്ലെങ്കിൽ ആ സന്തോഷം, ആ എനർജി, അത് നമ്മള് പറയുന്ന എന്താ പറയാ, എവിടെയാണ് നമ്മൾ തിരഞ്ഞു പോവേണ്ടത് അതിന്? അത് നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോ ഇവിടെ എൻ്റെ കൂടെ, നിങ്ങളുടെ കൂടെ, എല്ലായിടത്തും അതുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. അതാണ് അവിടുത്തെ ഒരു വലിയ മറവെന്ന് പറയുന്നത്. നമുക്കതിനെ അറിയാൻ പറ്റുന്നില്ല അല്ലെ? നിത്യസുഖം, നിത്യം എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഉള്ളത്. അനിത്യം എന്ന് പറഞ്ഞാല് നിത്യമായിട്ട് ഇരിക്കാത്തത്. ഉദാഹരണത്തിന് നമ്മൾ നമുക്കൊരു നോക്കാം, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക, ജലം എടുത്ത് അടുപ്പിൽ വെച്ച് നമ്മൾ തീ ഇടുകയാണ്. അത് 100 ഡിഗ്രി ആകുമ്പോൾ തിളയ്ക്കുന്നു അല്ലെ? അപ്പൊ വെള്ളത്തിന്റെ സാധാരണ സ്വഭാവം ചൂടാണോ? അല്ല, സാധാരണ ഒരു ചെറിയ തണുപ്പുള്ള ജലം. അപ്പൊ അത് ചൂട് പിടിപ്പിച്ചത് കൊണ്ട് എന്തായി? ചൂടായി അല്ലെ? അപ്പൊ ചൂടെന്ന് പറഞ്ഞത് വന്നു ചേർന്നതാണ് ഇല്ലേ? അതിന്റെ സ്വഭാവമാണോ ചൂട്? അല്ല. ചൂടെന്ന് പറഞ്ഞത് അഗ്നി നമ്മൾ അതിന്റെ അടിയിൽ വെച്ചത് കൊണ്ട് അത് ചൂടായി. ഇങ്ങനെ വന്നു ചേർന്ന് താൽക്കാലികമായിട്ട് നിലനിൽക്കുന്നതെല്ലാം നമുക്ക് അനിത്യമാണ്. പിന്നെ അത് തണുക്കുമ്പോൾ എന്താവും? അത് പഴയതുപോലെ ആവും അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് വന്നു ചേർന്നത്, ഈ പറഞ്ഞ ഈ ശരീരം എന്ന് പറയുന്നത് വന്നു ചേർന്നതാണ്. 5 പഞ്ചഭൂതങ്ങളെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു കൂടാണ് നമ്മുടെ ജീവൻ ഇരിക്കുന്ന ഈ കൂട്. അത് അനിത്യമാണ് അല്ലെ? വരുന്നത് യത് ആഗതു തത് അനിത്യം. വന്നു ചേരുന്നതെല്ലാം എന്താ പറയണ? അനിത്യമാണ്. അപ്പൊ ഇവിടെ നിത്യമായ ഒരു വസ്തു ഉണ്ടാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയണു വിഷ്ണു. വ്യാപിച്ചു നിൽക്കുന്ന ഒരു എനർജി ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് ഇപ്പൊ നമ്മൾ വന്നപ്പോ മാത്രം, ജനിച്ചപ്പോ കിട്ടിയതാണോ? അല്ല. നമ്മൾ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്, നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോഴും അതുണ്ട്. അപ്പൊ നിത്യമായിട്ടുള്ള വസ്തു എന്താണ്? ആ വ്യാപിച്ചു കിടക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന വിഷ്ണുവിന്റെ ശക്തി. വിഷ്ണുവെന്നോ ശിവനെന്നോ ദേവിയെന്നോ, നമുക്ക് ഓരോന്നിനും നമുക്ക് ഓരോ വിഷയം നമുക്ക് വരുമ്പോ അതിന്റെ കൂടെ ചേർത്ത് നോക്കാം. ഇപ്പൊ വിഷ്ണു പരമം പദം എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു എന്ന് പറയണു, ഇല്ലെങ്കിൽ ജഗദംബിക, ആ സാക്ഷാൽ പരമശിവൻ, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ആ ശക്തി ഇപ്പോഴിവിടെ ഉണ്ട്. അപ്പോ വന്നു ചേർന്നതാരാ? നമ്മുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും. ഇവിടെ ഉണ്ടായിരുന്നതോ ഈശ്വര ശക്തി മാത്രം അല്ലെ? അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ കൂട്, നമ്മുടെ ഈ ജീവൻ ഇരിക്കുന്ന കൂട് എല്ലാം വന്നു ചേർന്നതാണ്. ജലത്തിനെ ചൂടാക്കിയപ്പോ ചൂടായി അല്ലെ? ആ ചൂട് പോലെ ചൂട് തണുക്കുമ്പോ എന്തായി? വീണ്ടും ജലമായി. അതുപോലെ ഈ ശരീരം വിടുമ്പോ നമ്മൾ എന്തായിരുന്നോ അതായിട്ട് മാറും. ഇവിടെ ഉള്ളത്, ഇവിടെ താൽക്കാലികമായിട്ട് കിട്ടിയതിനെ ഇവിടെ നമ്മൾ ഉപേക്ഷിക്കും അല്ലെ? അപ്പൊ ഇതിനെയാണ് നമ്മള് നിത്യം അനിത്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന സുഖം എന്ന് പറയുന്നത് അത് വന്നു ചേരേണ്ടതാണ് എങ്കിൽ ഉറപ്പായിട്ട് അത് പോകും. എവിടുന്നോ കിട്ടേണ്ടതല്ല ആ സുഖം.
കാരണം നമ്മള് ബാഹ്യവസ്തുക്കളിൽ തെരഞ്ഞ് നമ്മൾ സുഖം എന്ന് ചെറിയ ചെറിയ കാര്യങ്ങളിൽ കണ്ടതുകൊണ്ടാണ് ഈ സുഖം എന്താണെന്ന് നമുക്ക് അറിയാത്തത്. വന്നു ചേരേണ്ട ഒരു സുഖമില്ല. സുഖവസ്തു ഉള്ളത് കൊണ്ടാണ് ബാഹ്യവസ്തുക്കളിൽ നല്ലത് ചീത്ത ഇത് എനിക്ക് സുഖം തരുന്നു ദുഃഖം തരുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം ഈ സുഖവസ്തു ഉള്ളിലുള്ളത് കൊണ്ടാണ്. അല്ലെ? നിത്യമായിരിക്കുന്ന ഒരു വസ്തു അതിനെ അന്വേഷിച്ച് ശരീരം വിട്ട് നമ്മൾ ഒരിടത്തും പോവേണ്ട കാര്യമില്ല. ഇപ്പോ ഇവിടെ ഈ നിമിഷത്തില് നമ്മുടെ കൂടെ ഉണ്ട്. ഇത് ഉറപ്പല്ലേ? ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കണം. കാരണം നിത്യസുഖത്തെ ആർക്കും അടയാൻ പറ്റില്ല. നിത്യസുഖത്തെ അടയാൻ പറ്റില്ല. എങ്ങനെ അടയാൻ പറ്റും? ഇപ്പൊ ഇവിടെ നമ്മുടെ കൂടെ ഉള്ളൊരു കാര്യം, ഇപ്പൊ നമുക്ക് ഒരിടത്ത് യാത്ര ചെയ്ത് പോണ്ട, ഇപ്പൊ നമുക്കൊരു കർമ്മങ്ങൾ ചെയ്യണ്ട, ഹോമം കഴിച്ച് അതിൽ നിന്ന് പൊങ്ങി വരണ്ട, ഇല്ലേ? അത് വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നല്ല ക്ലിയർ മനസ്സോടെ ചിന്തിക്കണം. ഈ നമുക്ക് ഉപലബ്ധമായിരിക്കുന്ന വസ്തുവിനെ അന്വേഷിച്ച് നമ്മൾ എവിടെയെങ്കിലും പോണോ? വേണ്ട, അല്ലെ? അത് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അടയുക എന്ന് പറഞ്ഞാല് നമ്മളൊരിടത്ത് സഞ്ചരിച്ച് ഇല്ലെങ്കിൽ കഷ്ടതകൾ അനുഭവിച്ച് ചെന്ന് ചേരേണ്ട ഒരു സാധനമാണോ സുഖം? അല്ല, അത് ഈശ്വരനാണ്. തത് വിഷ്ണു പരമം പദം. ആ സുഖം എന്ന് പറയുന്ന വിഷ്ണു നമ്മുടെ കൂടെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അത് നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ നേച്ചറാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന നിത്യസുഖം എവിടെയോ ആണ്. അത് എവിടെ എന്ന് പറയുന്നത് വാസ്തവമല്ല, അത് എവിടെയോ അല്ല. കാരണം അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ എവിടെയോ ഇരിക്കുന്ന വസ്തുവിനെയാണ് ഇപ്പൊ എന്ത് പറയണത്? വേണം വേണം, അതിനെ വെച്ചിട്ടാണ് നമ്മൾ തെരഞ്ഞു നടക്കുന്നത്, അല്ലെ? അത് ശാസ്ത്രത്തിലൂടെ മാത്രമേ അറിയാൻ സാധിക്കൂ, അല്ലാതെ നമുക്ക് അറിയാൻ സാധിക്കില്ല. അതിനെയാണ് നമ്മൾ സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ സോക്കോൾഡ് ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട്, സാധനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കണം ഈ സുഖം വേറെ ഒരിടത്തുമല്ല, ദൂരെ ഒരു സ്ഥലത്തല്ല, ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. അത് ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ എന്താ പറയാ വന്നു പൊക്കോണ്ടിരിക്കുന്നത്. ഈ അനിത്യമായിരിക്കുന്ന വസ്തുക്കളൊന്നും വന്നു ചേർന്നതെല്ലാം പോകും. നിത്യമായിട്ടുള്ള വസ്തു നമ്മൾ പറയല്ലേ, നിത്യ സർവഗത സ്ഥാണു അചലോയം എന്ന് ഗീതയിൽ പറയണു. അചലോയം, മാറാത്ത നിത്യമായിരിക്കുന്ന വസ്തു ആകാശത്തോ വേറെ എന്താ പറയാ വൈകുണ്ഠത്തോ കൈലാസത്തോ മണിദ്വീപത്തിലോ അല്ല, അവിടെ ഉള്ളത് പോലെ ഇപ്പോഴും ഈ ഭൂമിയിൽ ഇവിടെ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. ഇത് നമുക്ക് ആദ്യം ഫസ്റ്റ് ആണ് ഇത് നമ്മൾ ക്ലിയർ ആക്കണം. അപ്പൊ അതിന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വേറെ ലോകത്ത് പോകണം, വേറെ കുറച്ച് സ്ഥലത്താണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കൈലാസത്താണ് ഇരിക്കുന്നത്, ഗുരുവായൂരപ്പന്റെ അമ്പലത്തിനകത്താണ് ഇരിക്കണമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. ഇത് ശാസ്ത്രത്തിലൂടെ നമ്മൾ അറിയണം. അതിനാണ് ഇപ്പൊ ശാസ്ത്രം പഠിക്കുന്നത്, അല്ലെ? നിത്യം നമ്മുടെ നേച്ചറാണ്. ഈ നിത്യവസ്തു നമ്മുടെ കൂടെ ഉണ്ട്. സ്വരൂപം, സ്വഭാവം. നിത്യം എന്ന് പറഞ്ഞാൽ എന്താ? സ്വരൂപം എന്ന് പറയാം, സ്വഭാവം എന്ന് പറയാം. ഇതിനെ നിങ്ങൾ അറിയൂ, അറിഞ്ഞാലേ പറ്റൂ. അഗ്നിയുടെ ചൂട് അതിന്റെ നേച്ചർ, അതായത് ആ അഗ്നിയുടെ ചൂടെന്ന് പറയുന്നത് അതിന്റെ നേച്ചറാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ ചൂടാ, അതിന്റെ സ്വഭാവത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല, ഇല്ലേ? ജലത്തിനുള്ളത് എന്താ പറയാ വരികയും പോവുകയും ചെയ്യുന്ന ഒരു ചൂടാണ്. ചൂടാക്കുമ്പോൾ ചൂടാകുന്നു. ഇലക്ട്രിസിറ്റി വെച്ച് ഗീസറിൽ കൂടെ ചൂടാക്കുമ്പോൾ അത് ചൂട്, അല്ലെ? അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോൾ ചൂട്. പക്ഷെ അതിന്റെ നേച്ചർ എന്താ? തണുപ്പാണ്, അല്ലെ? അപ്പൊ ഈ വന്നത് പോകും, ഉറപ്പാണ്, അല്ലെ? അതുപോലെ നീ ആഗ്രഹിക്കുന്ന അനിത്യമായിട്ട് ഇരിക്കുന്ന സാധനങ്ങളാണ് എന്താ പറയാ വരികയും പോവുകയും ചെയ്യണത്. നീ ആഗ്രഹിക്കുന്ന പെർമനന്റ് ആ നല്ല നിത്യസുഖം എന്ന് പറയുന്നത് വരികയോ പോവുകയോ ചെയ്യുന്നില്ല. ഇത് നിത്യമാണ്, അത് നിന്റെ സ്വരൂപമാണ്, അത് വിഷ്ണുവിന്റെ പരമം പദം എന്നാൽ പറഞ്ഞാൽ എന്താ? അവിടെ അത് എന്നിലിരിക്കണു എന്നർത്ഥം. ഇനി നമ്മൾ പുറത്തുനിന്ന് അകത്തോട്ട് വരികയാണ്. അപ്പൊ ഇത് വിഷ്ണുവിന്റെ പരമപദം എവിടെയോ ഇരിക്കുന്നതല്ല. അപ്പൊ എന്താണ് അത്? ഞാനെന്ന് പറയുന്ന എന്റെ ഈ ശരീരം എന്ന് പറയുന്ന ഇതിനകത്ത് അത് ഇപ്പോൾ ഇവിടെ ഇരിക്കുക. അയ്യോ, അതെങ്ങനെയാ? നമുക്ക് എന്താ പറയുക, ഇതുവരെ നമ്മൾ പുറത്ത് മാത്രം കണ്ട് ശീലിച്ച നമുക്ക് അകത്ത് കാണാൻ ബുദ്ധിമുട്ടാണ്, അല്ലെ? നമുക്കത് എന്താ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് വീണ്ടും 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 പഠിക്കുമ്പോൾ അത് മനസ്സിലാവണു, ഇത് ഇപ്പോ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ആനന്ദം എന്താ പറയാ ഉണ്ടെങ്കിലും ഞാൻ അതിനെ അറിയുന്നില്ല. അതാണ് സത്യം. കാരണം ഇരിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശാസ്ത്രം പറയുന്നു, അടിച്ചു പറയുന്നു, എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നു, ഈശ്വരൻ സർവഭൂതാനി ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എല്ലാ വസ്തുക്കളുടെയും എല്ലാ അചരങ്ങളുടെയും ചരങ്ങളുടെയും ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ അത് ജീവിക്കുന്നത്, അതുള്ളത്. അപ്പൊ ഈശ്വരൻ ഇല്ലാത്ത ഒരു വസ്തുക്കളും ഇല്ല. പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നില്ല, കാരണം ഞാൻ അതിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല, ഇല്ലേ? എന്നെ
ബാഹ്യമായിരിക്കുന്ന വസ്തുക്കളിൽ കുടുങ്ങിക്കിടന്ന എന്റെ മനസ്സ്, ആ അഴുക്കുകള്, എന്റെ മലത്രയങ്ങൾ കൊണ്ട്, എന്റെ അഴുക്ക് നിറഞ്ഞ മനസ്സുകൊണ്ട് എനിക്ക് ആ നിത്യവസ്തുവിനെ, ആനന്ദ വസ്തുവിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ തെരഞ്ഞ് പുറത്തെവിടേക്കോ നടക്കണു, പല പല യോഗകൾ ചെയ്യുന്നു, പല പല എക്സസൈസ് ചെയ്യുന്നു, ആരോഗ്യം ഉണ്ടാക്കുന്നു, യാത്ര ചെയ്യുന്നു, അവിടെ പോയി നോക്കുന്നു, ഇവിടെ പോയി നോക്കുന്നു, എനിക്ക് ആനന്ദത്തെ കിട്ടുന്നില്ല. എന്റെ കൂടെ ഇരിക്കുന്ന വസ്തുവിനെ എനിക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ എന്താണ് ആ പരമം പദം? അത് വിഷ്ണുവിന്റെ പരമം പദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇവിടെ ഈ നിമിഷം എന്റെ കൂടെ, എന്നിലും നിങ്ങളിലും ഇരിക്കുന്ന ആനന്ദാണ്. അപ്പൊ ഇപ്പോൾ ഇവിടെ ആനന്ദം ഉണ്ടെങ്കിലും എന്താ എനിക്ക് പറ്റിയത്? ഞാനത് അറിയണില്ല. കാരണം എന്താ? എന്റെ അജ്ഞാനം, എന്റെ അവിദ്യ. ആ കാരണം കൊണ്ട് ഞാൻ അതിനെ അറിയുന്നില്ല. ഇപ്പൊ എനിക്ക് വളരെ ക്ലിയർ ആയി. ഓ, എനിക്ക് എന്തൊക്കെയോ അത് എന്റെ ഉള്ളിൽ അങ്ങോട്ട് കേറുന്നില്ല. 1-ാം ക്ലാസ് 2-ാം ക്ലാസ് എങ്ങനെയോ പഠിച്ചു ഇല്ലേ? മാത്സ് ഇഷ്ടമല്ലെങ്കിൽ 35 മാർക്ക് കിട്ടിയാൽ ജയിക്കും. 10-ാം ക്ലാസ്സിൽ 35 മാർക്ക് കിട്ടിയാലും ജയിക്കും. വലിയ ഇതൊന്നും വേണ്ട. പക്ഷെ ഈ കാര്യം മനസ്സിലാവണമെങ്കിൽ വളരെ 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 ബുദ്ധിമുട്ടാണ്. അതിന് പ്രത്യേകമായിട്ട് ആ ഒരു ജഡഗ്രന്ഥിയുടെ ഭേദനം വേണം. ചിത്തിനെയും ജഡത്തിനെയും വേർതിരിക്കുന്ന ഒരു ഗ്രന്ഥി നമ്മുടെ ഉള്ളിലുണ്ട്. അത് തുറന്നെങ്കിൽ മാത്രമേ ഈ സത്യത്തെ ഉൾക്കൊള്ളാൻ അതിന് വളരെ കുറച്ച് പേർക്കേ പറ്റുള്ളൂ. അപ്പൊ ഈ നിത്യമായ സുഖം ഇവിടെ നമ്മുടെ കൂടെ ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അറിയണമെങ്കിൽ അതിന് വേറൊരു തലം വേണം. സ്കൂളിലെ പരീക്ഷയൊന്നും പോരെ ഇതിന്. അതിനെ അടയുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇപ്പൊ അടയുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി കിട്ടിയ സാധനത്തിനെ യാത്ര ചെയ്ത് പോയി അടയേണ്ട ആവശ്യമില്ല. അതിനെ നമ്മൾ അറിയുക. കാരണം അത് ഓൾറെഡി എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമുക്ക് കാണിച്ചു പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഇതാ അവിടെ ഇരിക്കുന്നു, നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സുഖസ്വരൂപൻ ഈശ്വരൻ നിന്റെ ഉള്ളിലാണ്. അപ്പൊ നമ്മൾക്കിത് അറിയില്ല എന്ന് പറയണത് നമ്മുടെ തെറ്റാണ് അല്ലെ? നമുക്ക് അത് അറിവില്ലായ്മ കൊണ്ട് പറയണതാണ്. ഒരു വ്യക്തിക്ക് അത് അറിഞ്ഞൂടാ എന്ന് പറയണമെങ്കിൽ അവൻ മനഃപൂർവ്വം അല്ല പറയണത്. അവൻ അനേക ജന്മങ്ങൾ ഇത് തെരഞ്ഞു നടന്ന് അവന്റെ കർമ്മത്തിലിരിക്കുന്ന മലങ്ങളെ, അവന്റെ കാരണ ശരീരത്തിലിരിക്കുന്ന വാസനകളെ ക്ഷയിപ്പിച്ച് ശുദ്ധമാക്കാതെ എത്ര പറഞ്ഞു കൊടുത്താലും അവന് ചിത്തും ജഡവും തമ്മിലുള്ള വിവേചനം ഉണ്ടാവില്ല. നിത്യ അനിത്യ വസ്തുക്കളെ അവന് അറിയാൻ പറ്റില്ല. നിത്യമേത് അനിത്യമേത്, വന്നതെല്ലാം പോകും, നിത്യമായിട്ട് ഒരു വസ്തുവേ ഉള്ളൂ എന്ന് എത്ര പറഞ്ഞു കൊടുത്താലും അത് അറിയാൻ പറ്റുന്നില്ല. ഇത് ആരുടെയും കുറ്റമല്ല. അപ്പൊ അതിനെന്ത് വേണം? ഓൾറെഡി അതുണ്ട്, കാണിച്ചു പറഞ്ഞു തരാണ്. ഇതിന് പറഞ്ഞു തരുന്ന ആളിനെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ഗുരു എന്താ ചെയ്യുന്നത്? ഗുരുവിന് ശരണാഗതി ചെയ്യുമ്പോൾ ഈ ആനന്ദത്തിന് വേണ്ടി വ്രതമോ ദാനമോ ക്ഷേത്ര ദർശനങ്ങളോ ഒക്കെ എന്താ പറയാ ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് പറയണമെങ്കിൽ അതൊക്കെ നിർത്തൂ. കാരണം എന്താ? നീ കിട്ടിയ വസ്തുവിനെ അന്വേഷിച്ചിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് ഗുരു പറഞ്ഞു തരികയാണ് നമുക്ക്. കാരണം എന്താ? ഒരു ഗുരുവിന് മാത്രമേ നമുക്ക് അതിന് ഉപദേശ രൂപേണ ആ ഉപദേശവാക്യം പോലെ തത്വമസി എന്ന് പറഞ്ഞു തരാൻ പറ്റൂ. ശരി, ഓക്കെ, നിനക്കിത് അറിഞ്ഞിട്ട് നീ എല്ലായിടത്തും പോണെങ്കിൽ നിനക്കതിന്റെ സ്പീഡ് കൂട്ടാം അവിടെ എത്തിച്ചേരാനുള്ള. ഈ പറയുന്ന തീർത്ഥാടന സ്ഥലങ്ങളെല്ലാം തന്നെ മഹത് വ്യക്തികൾ ഈ സത്യത്തെ അറിഞ്ഞ, ഇത് ഉപലബ്ധമാണ് എന്നുള്ള സത്യം അറിഞ്ഞവരെ ആ ഇരുന്ന സ്ഥലങ്ങളിൽ പോയാൽ നിന്റെ ഫ്രീക്വൻസി, നിന്റെ കുറെ അഴുക്കുകൾ മാറിയിട്ട് ആ മലത്രയങ്ങള്, ഈ മായിക മലം കാർമിക മലം എല്ലാം നിന്നെ വിട്ടുപോയിട്ട് ആണവമലം എന്ന് പറയുന്ന അഹങ്കാരം നിന്നെ വിടണമെങ്കിൽ ശരണാഗതി ചെയ്യണം ഈശ്വരന്റെ മുമ്പില്, ഗുരുവിന്റെ മുമ്പില്, അല്ലെ? അപ്പൊ അത് പറഞ്ഞു തരുന്നു. വേറെ ഒരിടത്ത് നീ അന്വേഷിച്ച് പോണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിന്റെ വ്രത ദാന ക്ഷേത്ര ദർശനങ്ങളൊക്കെ എന്താ ഇനി നീ ചെയ്യണ്ട. കാരണം എന്താ? ഈ വസ്തുവിന് വേണ്ടിയിട്ടാണ് നീ നടന്നെങ്കിൽ ഇപ്പൊ നീ ഈ സത്യം മനസ്സിലാക്കൂ. ഇത് നിനക്ക് കിട്ടിയിട്ടുള്ള ഉപലബ്ധ വസ്തുവാണ്. കിട്ടിയതെന്നുള്ളത് കൊണ്ട് തന്നെ കിട്ടിയ ഒരു കാര്യത്തിനെ അന്വേഷിച്ച് നമ്മൾ എവിടെയാ പോകുന്നത്? നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ? നമുക്ക് ആഗ്രഹിച്ച നല്ല ഒരു എന്താ പറയാ ഒരു വജ്രം, ഒരു ഡയമണ്ട് ആഗ്രഹിച്ചു, അത് കൊണ്ടു തന്നു അല്ലെ? അത് നമ്മൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചു എന്റെ കയ്യില്. ആ ഇരിക്കുന്ന ഡയമണ്ട് അന്വേഷിച്ച് പിന്നെ നമ്മൾ നടക്കുമോ? ജുവലറികളിൽ കയറി ഇറങ്ങുമോ? ആരോടെങ്കിലും ചോദിക്കുമോ ഡയമണ്ട് എവിടെ കിട്ടും, ഡയമണ്ട് എവിടെ കിട്ടും അല്ലെ? 3 കാരറ്റ് ഡയമണ്ട് തന്നെ എനിക്ക് വേണം, അത് എവിടെ കിട്ടും? കിട്ടിയ ഒരു കാര്യത്തെ കുറിച്ച് പിന്നെ നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഇല്ല. അതാണ് മനുഷ്യ സ്വഭാവം അല്ലെ? അപ്പൊ ഉപലബ്ധ വസ്തു കിട്ടിയതെന്നുള്ളത് കൊണ്ട് ഇനി എന്താ വേണ്ടത്? ഈ പറഞ്ഞ ശരീരം പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. എന്താ പറയാ, ഈ ഒരു എന്താ പറയാ ഒരു കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ പോലെ, ഒരു മൊബൈലിൽ അതിനകത്ത് ഇടുന്ന സിം കാർഡ് പോലെ. കാരണം അത് പ്രവർത്തിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ആണ് അല്ലേ? നമ്മുടെ ഒരു മൊബൈൽ ഫോണിനെ എടുക്കൂ, അതൊരു വെറും അതിനകത്ത് സിം ഇട്ടില്ലെങ്കിൽ വർക്ക് ചെയ്യോ? അനേക തരംഗങ്ങൾ, റേഡിയോ തരംഗങ്ങൾ പ്രപഞ്ചത്തിൽ പല പല എന്താ പറയാ വൈഫൈ തരംഗങ്ങൾ, ഇല്ലെങ്കിൽ
പല കണക്ഷൻസ് നമുക്കുണ്ട് ഇപ്പോ. എന്താ പറയാ, ആ കണക്ഷൻസിലെല്ലാം പലതരം, പ്രപഞ്ചം മുഴുവനും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അതിൽ കറക്റ്റ് വേവുകളെ ബന്ധപ്പെടുത്തി, ഇപ്പൊ ഞാൻ എടുക്കുന്ന ഇന്ന കണക്ഷൻ എയർടെൽ കണക്ഷൻ ആണ്, അതിന്റെ തരംഗങ്ങൾ മാത്രം പോയി തൊട്ട് പോയി നമുക്ക് മറ്റു ആളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നു ഇല്ലേ? അത് എന്ത് ഇട്ടത് കൊണ്ട്? സോഫ്റ്റ്വെയർ ഇട്ടുകൊണ്ട്. വെറും ഹാർഡ് ഡിസ്ക് കയ്യിൽ വെച്ച് ഈ ഫോൺ കൊണ്ട് നടന്ന് സിം ഇടാതിരുന്ന പറ്റുമോ? പറ്റില്ല. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന സിം ആണ്, സോഫ്റ്റ്വെയർ ആണ് ഈ നിത്യാനന്ദമായിരിക്കുന്ന വസ്തു. എല്ലാറ്റിന്റെയും ഉള്ളിൽ അതുണ്ട്. അതിനെ അറിയാനും അനുഭവിക്കാനുള്ള വഴിയാണ് ഈശ്വരനെ അറിയാനുള്ള വഴിയെന്ന് നമ്മൾ പറയുന്നത്. ഈ ശാസ്ത്രങ്ങളും വേദങ്ങളും പുരാണങ്ങളും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ എന്തിനാ ഉപാസനാ മാർഗം തിരഞ്ഞെടുക്കുന്നത്? ഈ വഴി. കാരണം വേറെ ഒരിടത്തും പോയി അതിനെ പിടിച്ച് കിട്ടാനല്ല. ഈ വഴിയിലൂടെ എത്തിച്ചേരുന്നത് അവനവനിൽ തന്നെയാണ്. ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്ന വഴി, സത്യമായിട്ടുള്ള വഴി, ഈശ്വരന്റെ പരമം പദം ഇപ്പൊ ഈ നിമിഷം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് അമ്മയ്ക്ക് സദ്യപ്രസാദിനി എന്ന് പേര്. നിനക്ക് എന്നെ അറിഞ്ഞോ? അതിപ്പം നിനക്ക് എന്നെ കിട്ടിക്കഴിഞ്ഞു ഇല്ലേ? ഈ നിമിഷം ആ മറ മാറി അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് സദ്യ. സദ്യ എന്ന് പറഞ്ഞാൽ ഉടനടി ഫലം. അപ്പൊ ഈ അറിവ് നിനക്കില്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത്. നിന്റെ ആ സുഖസ്വരൂപം, നീ അന്വേഷിക്കണ സുഖം, അത് വളരെ ടോട്ടലായിട്ട് പൂർണ്ണമിതമായിട്ട് നിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ നീ അറിയുന്നില്ല. അപ്പൊ എന്താ ഈ പരമപദം ഉടനെ കിട്ടാനുള്ള ഒരു വഴി? അല്ലെങ്കിൽ അനേക ജന്മങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത്. അതിനെ നമ്മൾ അന്വേഷിച്ചുകൊണ്ട്, എല്ലാ മനുഷ്യനും അന്വേഷിക്കുന്ന ഇതാണ്. നമ്മൾ എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ തിരിച്ചെത്തണം. ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടോ തിരിച്ച് നമ്മുടെ വീട്ടിൽ വരണം. അപ്പൊ അതുപോലെ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ട്രാൻസിറ്റ് ആണ്. നമ്മൾ ഒരു ചെറിയ യാത്രയിൽ ഒരു വലിയ യാത്ര പോയ നമ്മൾ ഒരു ചെറിയ തങ്ങാനായിട്ട് ഒരു വിശ്രമ സ്ഥലം ഈ ശരീരം കിട്ടി, ഇവിടെ നമ്മൾ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പോഴും നമ്മൾ അറിഞ്ഞോണം പോവേണ്ടത് എവിടേക്കാണ്. ആ യാത്ര നമുക്കിനി എവിടെയെങ്കിലും യാത്ര ചെയ്ത് എത്തിച്ചേരാനുണ്ടോ? ഈ ശരീരമാകുന്ന ഉപാധി ഉപയോഗിച്ച് എവിടെയെങ്കിലും എത്തണോ? അപ്പൊ ഈ ശരീരമായിരുന്ന ഉപാധിയിൽ ഇരുന്നെങ്കിലേ ഇത് അറിയാൻ പറ്റുന്നുള്ളൂ. എനിക്ക് അറിയണമെങ്കിൽ ഈ ശരീരം വേണം അല്ലെ? പരമപദം. അപ്പൊ ഉടനെ കിട്ടാനായിട്ട് എന്ത് വേണം? ഈ അനേക ജന്മങ്ങളിൽ യാത്ര ചെയ്ത ശരീരത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ? ആ ശരീരം ഒന്നുമല്ല, ജസ്റ്റ് ഒരു വെഹിക്കിൾ ആണ്. എനിക്ക് അമേരിക്കയിൽ പോകണമെങ്കിൽ പ്ലെയിൻ വേണമെന്ന് പറയുന്ന പോലെ എന്റെ ജീവന് ആ പരമമായിരിക്കുന്ന സുഖത്തെ, എന്റെ യാത്രയെ എനിക്ക് ഇനി നിർത്തണം. എന്റെ യാത്ര അവസാനിപ്പിക്കണമെങ്കിൽ എവിടെ ചെന്ന് ഞാൻ ചേരണമെന്ന് ഞാൻ തീരുമാനിക്കണം. ആ തീരുമാനിക്കേണ്ട സ്ഥലം എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ സുഖവസ്തു എന്റെ കയ്യിലാണ്. അപ്പൊ ഇനി എനിക്ക് അതിനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. പരമപദം എന്താണ്? ഉടനെ ഇത് അറിഞ്ഞ ഉടനെ നമുക്ക് കിട്ടിയിരിക്കും. കാരണം അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ട, നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വന്നപ്പോഴേ തന്നതാണ്. നമ്മൾ അതിനെ എവിടെയോ മൂടി സൂക്ഷിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിനെ തുറക്കുന്നില്ല, അറിയുന്നില്ല. അപ്പൊ അനേക ജന്മങ്ങളിലൂടെ യാത്ര ചെയ്ത് അതിനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കും മനുഷ്യൻ. ഇതാണ് മനുഷ്യ സ്വഭാവം. ഇപ്പോൾ അഴിഞ്ഞാലോ അത് വിവേകികൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് നിത്യ അനിത്യ വിവേകമുള്ള ഈശ്വരാനുഗ്രഹം ലഭിച്ചവർക്ക് മാത്രമേ ഇത് അറിയാനും, അത് അറിഞ്ഞ മാത്രയിൽ തന്നെ അത് കിട്ടാനും സാധ്യതയുള്ളൂ. നമ്മൾ പഴുത്ത പാകമായിരിക്കുന്ന ഒരു ജീവനാണെങ്കിൽ ഇത് അറിഞ്ഞ ഉടനെ ആരോ ചെയ്തു, പഴം വീണു അല്ലെ? അത് ആ ഓംകാരമാകുന്ന പ്രണവോ ധനുഹു, ആ പ്രണവമാകുന്ന ധനുസിൽ വെച്ച് നമ്മുടെ ജീവനെ എഴുതി കഴിയുമ്പോൾ ഇത് സത്യം ഉടനെ മനസ്സിലായി. ഓ, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. അത് വിഡ്ഢിയല്ല, നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ അനേക ജന്മങ്ങൾ സഞ്ചരിച്ചു. ഈ വസ്തു, ഈ ഈശ്വരൻ എന്ന് പറയുന്നത്, ഈ സുഖവസ്തു എന്റെ കൂടെ, ഈശ്വര എന്റെ കൂടെ സദാ ഇരിക്കുകയല്ലേ, ഞാൻ ഇതിനെയാണോ തെരഞ്ഞു നടന്നതെന്നുള്ള ബോധം, അതിനാണ് നിത്യ അനിത്യ വിവേകം എന്ന് പറയുന്നത്. അപ്പൊ എന്താ? അതിന് ഭാഗ്യം വേണം ഇല്ലേ? അപ്പോ ആ ആനന്ദം അറിയണമെങ്കിൽ ഈശ്വരന്റെ, ജഗദംബികയുടെ അനുഗ്രഹം വേണം. അമ്മയുടെ കളിയാണ്, അമ്മയുടെ കോസ്മിക് പ്ലേ ആണ്. അമ്മയാണ് ഒന്നുമില്ലാതിരിക്കുന്ന ആ പൂർണ്ണ എനർജിയിൽ നിന്ന്, ആ ശിവപദത്തിൽ നിന്ന് ഈ പ്രപഞ്ചമാകുന്ന നാടകം മുഴുവനും കളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ. ആ അമ്മയോട് നമ്മൾ ശരണാഗതി ചെയ്ത് പറയുകയാണ്, അമ്മ ഈ സുഖവസ്തുവിനെ അറിയാൻ അല്ലെ, ഈ സുഖസ്വരൂപമായിരിക്കണ അമ്മേ, ഈ ചിന്താമണിയായിരിക്കണ എന്റെ ഗൃഹത്തില് അമ്മ ഇരിക്കുമ്പോഴാണോ ഞാന് വെളിയിൽ തെരഞ്ഞു നടന്നത് അല്ലെ? എനിക്കിത് ഇപ്പോ അറിഞ്ഞു ഇല്ലെ? കഠോപനിഷത്ത് പറയണോ അതിനുള്ള വഴി എന്താ? ആ ഒരു സാധന ജ്ഞാനം വേണം. ഞാൻ എന്റെ സാധനയുടെ ലക്ഷ്യം എന്താ? എനിക്ക് ഇത് അറിയുക എന്നുള്ളതാണ്. അല്ലാതെ വെളിയിൽ തെരഞ്ഞു നടക്കാൻ ഇനി എനിക്ക് സമയമില്ല. ഇനി എനിക്കൊരു ജന്മവും വേണ്ട. കാരണം എനിക്ക് അമ്മയെ കിട്ടിക്കഴിഞ്ഞു അല്ലെ?
ഈ പഞ്ചഭൂതങ്ങളുടെ എല്ലാത്തിന്റെയും ഉറവിടമായ 36 തത്വങ്ങൾ എവിടെ നിന്ന് വന്നു? ആ ബിന്ദു സ്വരൂപിണിയായിരിക്കണം അമ്മയെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ആ അമ്മ എന്റെ ഉള്ളിലാണെന്ന് അറിഞ്ഞു. ഇനി ഞാൻ എന്തിന് സമയം കളയണം? ഇനി എന്തിന് എന്റെ സമയം വേസ്റ്റ് ആക്കി കളയണം? എനിക്ക് എന്തുകൊണ്ട് ആ സുഖസ്വരൂപത്തിൽ ഇരുന്നുകൂടാ? ഈ സുഖദുഃഖങ്ങളൊക്കെ വന്നു പൊക്കോട്ടെ. അത് ഈ ശരീരമാകുന്നതുമായിട്ട് ടെമ്പററി ആണ്, അല്ലെ? ചൂട് വന്നു പോകുന്നത് പോലെ ജലത്തിന്, അതുപോലെ ഈ ശരീരത്തിന് സുഖദുഃഖങ്ങൾ വരും. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് ആ ചിന്താമണി ഗൃഹപ്രവേശം ഇന്ന് ഈ നിമിഷം ഇപ്പൊ നടത്തണം. എനിക്ക് എന്റെ അമ്മയെ വേണം. ഇതുവരെ അറിയാതിരുന്ന ഒരു കുഞ്ഞ് അമ്മ തന്റെ കൂടെയാണെന്ന് അറിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാണ് ഇവിടെ ഉള്ളത്, അല്ലെ? അപ്പൊ സാധ്യ സാധന ജ്ഞാനം എന്ന് പറയും. മനുഷ്യർക്ക് സാധ്യം സാധനം എന്തിന് അറിയാത്തവർക്ക്, അത് അറിഞ്ഞുകൂടാത്തവർക്കാണ് കഠോപനിഷത്ത് പറഞ്ഞു കൊടുക്കുന്ന, കഠോപനിഷത്ത് വളരെ മനോഹരമായിട്ട് പറയുന്ന ആ ഒരു രഥകൽപ്പന ഇദ്ദേഹം ഈ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താണ് ആ ശ്ലോകം എന്ന് നമുക്ക് നോക്കാം. ആത്മാനം രഥിനം വിദ്ധി. വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഭഗവത്ഗീതയുടെ എന്താ പറയാ, അതിന്റെ രഥകൽപ്പന എന്ന് പറയുന്നതാണ് ആ ഭഗവത്ഗീതയുടെ ഫ്രണ്ട് പേജിൽ നമ്മളെ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ സത്യത്തെ നിങ്ങൾ അറിയൂ. കഠോപനിഷത്തിലെ ഈ ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ എടുത്തിരിക്കുന്നത്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിന്തു സാരഥിയും വിദ്ധി മനഃപ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാനാഹുഹു വിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹുർ മനീഷിണഃ ഇതി വിജ്ഞാനവാൻ ഭവതി സ മനസ സദാശുചിഹി. ഈ വിജ്ഞാനം ആർക്കുണ്ടോ അവന്റെ മനസ്സ് എന്നും ശുദ്ധമായിട്ടിരിക്കും എന്ന് വളരെ ക്ലിയർ ആയിട്ട് കഠോപനിഷത്ത് പറയുന്നുണ്ട്, അല്ലെ? അപ്പോ സദസത്പദമാപ്നോതി എന്ന് പറഞ്ഞാൽ എന്താ? സദസത്പദം, സംസാരം എന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ പാഠശാലയിലെ ആ അഡ്മിഷൻ കിട്ടിയവരാണ് നമ്മൾ എല്ലാവരും, അല്ലെ? സംസാരം, നമ്മൾ പറയും സംസാര സാഗരം. അപ്പോ ആ സംസാര സാഗരത്തില് നമ്മൾ അഡ്മിഷൻ കിട്ടി, നമ്മൾക്ക് മനുഷ്യ ശരീരം തന്ന് നമ്മളെ ഇങ്ങോട്ട് അയച്ചു. അപ്പൊ ഈ സ്കൂളിൽ എന്തൊക്കെയാ നമ്മൾ പഠിക്കേണ്ടത്? അവിടെ നിന്ന് നന്നായിട്ട് പഠിച്ച് പാസ്സായി പുറത്തു വരാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഈ പറയുന്ന ചെറിയ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ചെറിയ കുടത്തിനകത്ത് എങ്ങനെയാണോ കാവേരി നദിയെ ഒരു കമണ്ടലുവിൽ അഗസ്ത്യൻ നിറച്ചു വെച്ചത്, ഈ ആകാശഗംഗയെ കമണ്ടലുവിൽ കൊണ്ട് ശിവന്റെ ജടയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആ ജ്ഞാനപ്രവാഹമാണ് ഈ വരികളെല്ലാം തന്നെ. ശിവന്റെ ജടയാണ് ആകാശഗംഗയെ മുഴുവനും വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ചെറിയൊരു ദ്വാരത്തിലൂടെയാണ് ഈ ഭൂമിയിൽ ഗംഗ വരുന്നത്, ഇല്ലേ? ആ ജ്ഞാനപ്രവാഹം, ഈ ജടയും ഗംഗ എന്നൊക്കെ പറയുന്നത് എന്താ? ആ ഉയർന്ന ജ്ഞാനം അത് ശിരസിലാണ് ഇരിക്കുന്നത്. അത് നമ്മൾ ബുദ്ധി കൊണ്ട്, ആ അറിവ് കൊണ്ട്, നിത്യാനിത്യ വിവേകം കൊണ്ട് അറിയേണ്ടുന്നതാണെന്ന് വളരെ എടുത്തെടുത്ത് പറയുന്നു. ആ ഉയർന്ന ഉത്തമാംഗം എന്ന് പറയുന്നത് നമ്മുടെ ശിരസാണ്, ഇല്ലേ? അവിടെയാണ് ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പൊ അത് ശിവപദമാണ്, കൈലാസമാണ്. അവിടെയാണ് അറിവ്. പ്രകൃതി എന്ന് പറയുന്നത് ആ നമ്മുടെ എന്താ പറയാ, ആ ഒരു വിശുദ്ധി ചക്രം, വിശുദ്ധി ആജ്ഞ, വിശുദ്ധി ചക്രത്തിന് താഴോട്ടുള്ളതെല്ലാം 7 ചക്രങ്ങൾ, അതായത് ആ ഒരു ഷടാധാരങ്ങളിലെ ആ വിശുദ്ധി ചക്രം വരെ ഉള്ളതെല്ലാം പ്രകൃതിയും അതിനുശേഷമുള്ളതെല്ലാം പുരുഷനും, അല്ലെ? അപ്പൊ നമ്മൾ പറയാറുണ്ട് പ്രകൃതി പുരുഷ സംഗമമാണ് മനുഷ്യ ശരീരം എന്ന്. ഈ അറിവെല്ലാം എവിടെയാ ഇരിക്കുന്നത്? ആജ്ഞാചക്രത്തില്. അപ്പൊ പറയണു ഈ അറിവ്, ഈ സാധ്യ സാധന എന്ന് പറയണത് എന്താണ്? ഈ നമ്മളെ അറിയാനാണ് ഈ മനുഷ്യ ശരീരം തന്ന ഈശ്വരൻ എന്ന് പറയുന്ന ആ ആള് നമ്മുടെ കൂടെ. ഈ രഥത്തെ പഠിക്കുമ്പോൾ മനസ്സിലാകും ഈ രഥത്തെ ഓടിക്കുന്നത് ആരാണെന്ന്, അല്ലെ? നന്നായിട്ട് അത് സാധന കുറെ ചെയ്ത് മനസ്സ് പക്വപ്പെടുമ്പോ പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് ഇത് മനസ്സിലാവും. കാരണം നമ്മളെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത് ഒരു സത്യത്തെ അറിയാനാണ്. ആ സത്യത്തെ മറന്നുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അപ്പൊ ഈ രഥകൽപ്പനയെ മനസ്സിലാക്കാനായിട്ട് എന്ത് വേണം? ഇത് പഠിച്ചാൽ നമ്മൾ പാസ്സായി, അല്ലെ? ഫുൾ മാർക്ക് കിട്ടി. ഇപ്പൊ ഇവിടെ ഈ സമയത്ത് ഈ നിമിഷത്തില് എനിക്ക് എന്താ ഈ പാസ് മാർക്ക് കിട്ടി. ഇനി ഞാൻ മരിച്ചോട്ടെ മരിക്കാതിരുന്നോട്ടെ, മരിക്കുന്നത് എന്റെ ശരീരമാണ്. എന്റെ മനസ്സ് ചെല്ലേണ്ടടുത്ത് ചെന്നു കഴിഞ്ഞു. ആ നിത്യവസ്തുവിന് ഉപലബ്ധമായിട്ട് എന്റെ കയ്യിലിരിക്കുന്ന വസ്തു ഞാൻ ചേർത്ത് വെക്കുകയാണ് എന്റെ ഉള്ളില്. എനിക്കിനി വേറെ ഒന്നും വേണ്ട, ഐ ആം ടോട്ടലി ഹാപ്പി എന്ന് എനിക്ക് പറയാൻ പറ്റണം. കാരണം അതിനെയാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. ഇനി എനിക്ക് ഒന്നും വേണ്ട, ഞാൻ അറിയേണ്ടതിനെ അറിഞ്ഞു എന്ന് പറയുകയാണ് അവിടെ. അപ്പൊ ഈ അറിവ് എന്താണ്? ഈ പറയുന്ന ഒരു ചെറിയ ശ്ലോകത്തിലാണ് ഈ അറിവിനെ ഒതുക്കി വെച്ചിരിക്കുന്നത്. അത് ഉയർന്ന ജ്ഞാനമാണ്. സാധ്യ സാധനത്തെ ഒരു രഥയാത്രയോട് ഉപമിച്ചിരിക്കുകയാണ്. ഇപ്പൊ ജീവിത ലക്ഷ്യം, അതിനുള്ള വഴി. ഒരു രഥം എന്ന് പറയുന്നത് എന്താണ് രഥയാത്ര? പണ്ട് രഥങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോ കാറ്, പ്ലെയിൻ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് പോകുന്ന ഉയർന്ന രാജാക്കന്മാരൊക്കെ പോകുന്ന തേര് എന്ന് പറയും, അല്ലെ? ആ തേരിൽ ഒരു യാത്ര.
അതായത് രഥയാത്ര എന്ന് പറഞ്ഞാൽ ആദ്യ രഥത്തില് അതിന് രഥം എന്ന് പറയുന്ന ഒരു സംഭവം വേണം. അതിനെ ഓടിക്കുന്ന ഒരാള് വേണം. അതിനെ നമ്മൾ ഡ്രൈവർ അല്ലെങ്കിൽ രഥി എന്ന് പറയുന്നു. ഈ വ്യക്തിയാണ് എല്ലാ രഥവും അതിന്റെ ലക്ഷ്യം എല്ലാം തേര് ഓടിക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ അതിനകത്ത് ഓടിക്കുന്ന ആളുണ്ട്, ഒരാള് ബാക്ക് സീറ്റിൽ ഇരിക്കണം. ഇല്ലേ? നമുക്ക് ആ കൃഷ്ണന്റെയും അർജുനന്റെയും ആ പടം ഒന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മനസ്സിലാകാം. ഓടിക്കുന്ന ആളിനെ നമ്മൾ ഡ്രൈവർ എന്ന് പറയും. രഥി ഇരിക്കുകയാണ്. ഈ വ്യക്തിയാണ് എല്ലാം. കാരണം ഡ്രൈവർ അല്ല എല്ലാം. ഡ്രൈവർ എന്താ? വെറും ഓടിക്കുന്ന ആളാണ്, അല്ലെ? പക്ഷെ അതിന്റെ പിൻ സീറ്റിൽ ഒരാളിങ്ങനെ ഞെളിഞ്ഞിരിപ്പുണ്ട്, അല്ലെ? നമ്മൾ കാറിലൊക്കെ ഡ്രൈവർ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കും, അതിന്റെ ഉടമസ്ഥൻ ബാക്ക് സീറ്റിൽ ഇങ്ങനെ ഇരിക്കും. അതുപോലെ ഓടിക്കുന്ന ആൾ അവിടെ നിന്ന് ഓടിക്കുന്നു, പുറകിൽ ഒരാൾ ഇരിക്കുന്നു. ഈ ആളാണ് നമ്മൾ എന്താ പറയാ, ഏറ്റവും വലിയ ഉയർന്ന ആള്, അല്ലെ? ആ ഒരു രാജാവിന് തുല്യമായിട്ട് ഇങ്ങനെ പുറകിലിരിക്കണം. ഈ വ്യക്തിയാണ് എല്ലാം. ഈ സംഭവങ്ങളിലെ ഉടമസ്ഥനും വരുന്നതും പോകുന്നതും എല്ലാം ഇദ്ദേഹമാണ്, ഈ പുറകിലിരിക്കുന്ന ആള്, അല്ലെ? അപ്പൊ രഥവും അതിന്റെ ലക്ഷ്യവും എല്ലാം തന്നെ തേരോടിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? ഈ തേര് ആർക്ക് വേണ്ടിയിട്ടാണ് ഓടിക്കുന്ന? ഡ്രൈവർ. ഇപ്പൊ ഞാനൊരു കാറിൽ കയറിയാൽ ആ കാർ ഓടിക്കുന്ന ഡ്രൈവർ ഞാൻ പറയും, ഇന്നടത്ത് പോകൂ, എനിക്ക് ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോകണം, ഞാൻ ഇന്ന സമയത്ത് തിരിച്ചു വരും. ഡ്രൈവർ ശരി എന്ന് പറയും, വണ്ടി ഓടിക്കും, അല്ലെ? ഇത്രേ ഡ്രൈവർ ചെയ്യാറുള്ളൂ, അതിനുള്ള കൂലിയും കൊടുക്കും. അതുപോലെ ഈ രഥത്തിൽ ഒരാൾ പുറകിൽ ഇരിപ്പുണ്ട്. ആ ആള് ഈ ഓടിക്കുന്ന ഡ്രൈവറോട് എന്ത് പറയും? ആരാണ് ഞാൻ? എനിക്ക് എവിടെയാണ് പോവേണ്ടത്? അപ്പൊ എവിടെയാണ് പോവേണ്ടത്? ലക്ഷ്യസ്ഥാനം എന്താണ്? അപ്പോ എന്താണ് നമ്മൾ പറയുന്നത്? കാശി, ഗയ, പഴനി, അല്ലെ? എവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്? അല്ലാതെ എവിടെ പോകണമെന്ന് അറിയാതെ ഒരിക്കലും ഒരാൾ വണ്ടിയിൽ കയറാറില്ല, ഇല്ല. ഞാൻ ചുമ്മാ കയറി എവിടെ പോകണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്റെ കയ്യിൽ പൈസയില്ല, അങ്ങനെ ആരെങ്കിലും പറയുമോ? നമ്മൾ അത് പ്രിപ്പയർഡ് ആയിട്ടാണ് കയറുന്നത്. എവിടെ പോകണം എന്നറിയാത്ത ആൾക്കാർ ഓടിച്ച കാറോ വണ്ടിയോ ഒരിടം എത്തിയിട്ടില്ല, അല്ലെ? ചുമ്മാ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളെല്ലാം എന്താ? ലക്ഷ്യസ്ഥാനം അറിഞ്ഞുകൂടാത്ത വണ്ടി കയറിയ ആളുകളാണ്. നമുക്ക് നമ്മുടെ ഡ്രൈവറിന്റെ അടുത്ത് എവിടെ പോകണം എന്ന് പറയാനുള്ള അറിവില്ല. നമ്മളാണ് രഥി, നമ്മുടെ ജീവനാണ് രഥി. ആ ജീവൻ നമ്മുടെ ഡ്രൈവറായിരിക്കുന്ന ബുദ്ധിയോട് പറയുന്നില്ല നമുക്ക് എവിടെ പോണം എന്ന്. എനിക്കറിയില്ല, ഞാനിതാ എങ്ങനെയോ ഇവിടെ വന്നു, അല്ലെ? ഇവിടെ ഇപ്പൊ കറങ്ങിക്കൊണ്ടേയിരിക്കണം, എവിടെയൊക്കെയോ പോകുന്നു, അല്ലെ? അപ്പൊ നമ്മൾ എന്താ? ആ പുറകിലിരിക്കുന്ന ആളിന് വ്യക്തമായിട്ട് ഒരു ബോധം വേണം, ഡ്രൈവറുടെ അടുത്ത് പറയണം എവിടെയാണ് പോകേണ്ടത്. അത് പറയാത്തത് കൊണ്ടുള്ള ദുഃഖമാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അങ്ങനെ ലക്ഷ്യസ്ഥാനം പറഞ്ഞു കൊടുക്കാത്ത ഒരു ഡ്രൈവറും പുറകിലിരിക്കുന്ന ആളും കൂടെ എവിടെ എത്തും? എവിടെയെങ്കിലുമൊക്കെ വണ്ടി പോകുന്നിടത്തൊക്കെ പോട്ടെ, ഗട്ടറിൽ വീണു, ചിലപ്പോ ചെന്ന് കുളത്തിൽ വീഴാം, എവിടെയാണ്? ഒരു ലക്ഷ്യവും ഇല്ല. ഒരു ദിവസം വണ്ടി എന്താ പറയുക, ചതഞ്ഞരഞ്ഞ് വണ്ടിയെ കത്തിച്ച് കളയുമ്പോൾ ഇതിനകത്തിരുന്ന ആൾ അങ്ങ് പോവുകയും ചെയ്യും. ഡ്രൈവറും ഇല്ല, എന്താ പറയാ, കാറും ഇല്ല, ഒന്നുമില്ല. ഇതിനകത്ത് സഞ്ചരിച്ചിരുന്ന ആള് വഴി അറിഞ്ഞുകൂടാതെ പിന്നെയും പോയിട്ട് ഈ വഴി അറിയാൻ വീണ്ടും ഇങ്ങോട്ട് വരും. ഇതാണോ നമുക്ക് വേണ്ടത്? അല്ലാതെ എവിടെ പോകണമെന്ന് അറിയാതെ ഒരിക്കലും വണ്ടി എടുക്കരുത്, അല്ലെ? ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തൂല. അപ്പൊ യാത്രക്കായിട്ട് ഒരു വാഹനം വേണം, അത് നമുക്ക് കിട്ടി. ഒരു രഥം കിട്ടി. അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ ഒരു തേരാണ്. അപ്പൊ ഇനി അതിനെ ഓടിക്കണം, അല്ലെ? അതിന് വേണ്ടത് എന്താണ്? രഥമായതുകൊണ്ട് കുതിരകളാണ് രഥത്തെ ഓടിക്കുന്നത്, അല്ലെ? കാറിന് 4 ടയറുകളുണ്ട്, ടയറുകളാണ് കാറിനെ ഓടിക്കുന്നത്. അപ്പോ ഇനി വഴി അറിയണം. വഴി നമ്മൾ എങ്ങോട്ടാ പോവേണ്ടത്? നല്ല വഴിയുണ്ട്, കുണ്ടും കുഴിയും ഇല്ലാത്ത സുഗമമായിരിക്കണം എത്തിച്ചേരാനുള്ള വഴിയുണ്ട്, അതറിയണം നമ്മൾ, ഇല്ലേ? ഇല്ലെങ്കിൽ ടയറിനൊക്കെ കേട് പറ്റും, കുതിരകളുടെ കാലൊടിയും, ഇല്ലേ? കുതിരകളൊക്കെ കുഴിയിലൊക്കെ വീണ് പോകും. അത് ഏത് വഴി കൂടെ പോയാലും എത്താം. അത് ജീവിതം പഠിപ്പിക്കും നമ്മളെ. ഏതാണ് സുഗമമായിരിക്കുന്ന വഴി? അവിടെ മറ്റിടത്തൊക്കെ കൂടെ പോയാൽ നമുക്ക് ദുർഘടം ഉണ്ടാകും, ഇല്ലേ? അപ്പൊ യാത്രയ്ക്ക് ആദ്യം ഓടിക്കാനുള്ള ആള് വേണം. അപ്പോ വാഹനം ഓടിക്കാനുള്ള ആള്, അതിനെ പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങള്, ലക്ഷ്യസ്ഥാനം അറിയണം, നല്ല വഴി, ഇത്രയാണ് ആവശ്യം. ഇത്രയും കാര്യങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു നല്ല ഡ്രൈവർ ആ പുറകിലിരിക്കുന്ന അതിന്റെ ഉടമസ്ഥനെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. ഇല്ലെങ്കിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ ഈ ഒരു ചിത്രത്തെ എടുക്കില്ല. കഠോപനിഷത്തിലെ ഈ പ്രധാനപ്പെട്ട രഥകൽപ്പന എടുക്കില്ല. ഭഗവാൻ പറയണു, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. നിങ്ങളുടെ ശരീരമാകുന്ന രഥത്തില് ഡ്രൈവറായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ജീവനും യാത്രക്കാരാണ്. നിങ്ങൾക്ക് വ്യക്തമായിരിക്കുന്ന ലക്ഷ്യം വേണം. ആ ലക്ഷ്യം എന്നോട് പറയണം, എന്നാലേ ഞാൻ അവിടെ എത്തിക്കുള്ളൂ. ഞാൻ എത്തിച്ചോളെന്നും പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. അതിന് നിങ്ങൾ ശ്രമം നടത്തി അത് എന്നോട് പറയൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? നന്നായിട്ട് വാഹനം ഓടിച്ച് നിങ്ങളെ ഞാൻ അവിടെ എത്തിക്കാം, ഇല്ലേ? അപ്പൊ യാത്ര നമ്മള് സുഗമമാക്കണമെങ്കിൽ എന്ത് വേണം? ആള്, വാഹനം, അതിനെ പ്രവർത്തിപ്പിക്കാനുള്ള പൊരുള്, ലക്ഷ്യസ്ഥാനം, നല്ല വഴി,
അപ്പൊ ഇതെല്ലാം ശരിയായിരുന്നാൽ മാത്രമേ യാത്രക്കാരന് തന്റെ യാത്ര സുഖമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരു യാത്രയ്ക്ക് പെട്ടി പാക്ക് ചെയ്യുന്നതിന് മുമ്പേ എന്താ വേണ്ടത്? ആ പെട്ടി പാക്ക് ചെയ്യുന്നത് മുതല് എവിടെ തണുപ്പുള്ള സ്ഥാനത്താണോ പോണത്, സ്വെറ്റർ എടുക്കണം. ചൂടുള്ള സ്ഥാനത്താണെങ്കിൽ അത് വേണ്ട. അവിടെ ചെല്ലുമ്പോൾ എന്റെ മരുന്നുകൾ വേണം. നമ്മളെല്ലാം നോക്കാറില്ലേ? ഒരാഴ്ച എടുക്കും ഇതെല്ലാം ലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ പാക്ക് ചെയ്യും. അതുപോലെ അവിടെ എത്തിച്ചേരുന്നത് വരെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ രഥം എന്ന് പറയുന്നത് 100 വർഷം ഓടിക്കേണ്ട ഒരു രഥമാണ് അല്ലെ? 50 വർഷം, 30 വർഷം, 60 വർഷം, 70 വർഷം അറിയില്ല. ഈ രഥം നമുക്ക് തന്നിരിക്കുകയാണ് ഇല്ലേ? അപ്പൊ അത് വളരെ സൂക്ഷിക്കണം. അതിന് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ വളരെ വളരെ കാര്യങ്ങളുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് സുഖമായിട്ട് ഗട്ടറിൽ വീഴാതെ, കുതിരകൾ ചത്തുപോകാതെ, കുതിരകൾക്കൊക്കെ ഡാമേജ് വന്നാൽ എത്താൻ പറ്റുമോ? ഒരു കുതിരയുടെ കാലൊടിഞ്ഞു അല്ലെ, വഴിയിൽ നിൽക്കും നമ്മള്. അപ്പൊ അതുപോലെ ഇതെല്ലാം ശരിയാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റൂ. അപ്പോ യാത്ര തുടങ്ങുമ്പോൾ തന്നെ എന്താ ഇതെല്ലാം ചെയ്തിരിക്കണം. ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ആദ്യപടി എന്താ? ടിക്കറ്റ് ബുക്ക് ചെയ്യണു. നമ്മൾ തിരിച്ചു പോകാനുള്ള കൺഫേംഡ് ടിക്കറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? നമുക്കതിന് ഒരു സംശയമില്ല. യു ആർ ഇൻ ദ ക്യൂ എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്കറിയില്ല എന്നാണ് പോകേണ്ടതെന്ന്. കൺഫേം ടിക്കറ്റ് തന്നിട്ടാണ് നമ്മളെ വിട്ടേക്കുന്നത്. അത് ഉറപ്പാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ 7 ദിവസത്തില് അല്ലെ? സൺഡേ ടു സൺഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഈ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നമ്മൾ പോകും അല്ലെ? ഇതിനല്ലാതെ വേറെ ദിവസം ഇല്ലല്ലോ. 7 ദിവസമല്ലേ ഒരാഴ്ചയിലുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പോകും, ഉറപ്പാ. അത് ഇത്ര വർഷമാണ്. 1983 ജനിച്ചു ഞാന്, ഈ 2004 പോകുള്ളൂ, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഏതെങ്കിലും ഒരു ദിവസത്തില് കൺഫേംഡ് ടിക്കറ്റുമായിട്ട് വന്ന നമ്മള് പോയിരിക്കും. അപ്പൊ ഇനി എന്താ വേണ്ടത്? ഉറപ്പായിട്ട് ആദ്യത്തെ പടി നമ്മൾ പൂർത്തിയാക്കി. ടിക്കറ്റ് കിട്ടി, നമ്മൾ എന്താ, ശരീരം കിട്ടി, യാത്ര ചെയ്യാനുള്ള വാഹനം കിട്ടി, കൺഫേം ടിക്കറ്റും കിട്ടി. ഈ ഭൂമിയിൽ നമ്മൾ വന്നു. ഇനി ഇവിടെ എന്താ? ഇവിടെ യാത്ര ചെയ്യുന്ന യാത്രികൻ ജീവനാണ്. അപ്പൊ ജീവൻ എന്ന് പറയുന്ന നാമരൂപങ്ങളില്ലാത്ത ഒരു എനർജി ഫോം എന്ത് ചെയ്തു? ഒരു ജീവൻ ആ ഒരു ശരീരം എന്ന് പറയുന്ന ഉപാധിയെ സ്വീകരിച്ചു അല്ലെ? മനുഷ്യ ശരീരം കിട്ടി. അപ്പൊ ഈ ജീവന് നാമരൂപങ്ങളുണ്ടോ? ജീവൻ പണ്ട് എന്തായിരുന്നു? ഒരു മീനായിരുന്നു, ഒരു പക്ഷിയായിരുന്നു അല്ലെ? പലതുമായിരുന്നു ഈ ജീവൻ. ഇപ്പൊ കിട്ടിയത് എന്താ? മനുഷ്യരൂപം. അപ്പൊ എന്താ? ആ മനുഷ്യരൂപം വന്നപ്പോ പല കാര്യങ്ങളും, ബുദ്ധിയുണ്ട്, അത് ബുദ്ധി പ്രവർത്തിച്ചു. അപ്പൊ അങ്ങനെ ഒരു ശരീരത്തെ കിട്ടി. അപ്പൊ യാത്ര ചെയ്യാനുള്ള ശരീരം, ആ ജീവന്റെ ഈ പുറകിലിരുന്ന് അന്തസ്സോടെ യാത്ര ചെയ്യുന്ന ശരീരത്തിന്റെ ഉടമസ്ഥനാരാ? ജീവൻ. അതാണാണോ പെണ്ണാണോ, ഏത് വണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്? ഫോർഡ് ആണോ, BMW ആണോ, അറിയത്തില്ല. ആണിന്റെ ശരീരം കിട്ടോ, പെണ്ണിന്റെ ശരീരം കിട്ടോ, പശുവിന്റെ കിട്ടോ, പൂച്ചയുടെ കിട്ടോ, അറിയില്ല. പക്ഷെ നമുക്ക് അലോട്ടഡ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഏത്? മനുഷ്യ ശരീരം. കൺഫേംഡ് ടിക്കറ്റും കിട്ടി ഇല്ലേ? പോവാനുള്ള, പോകും. ഈ 7 ദിവസത്തിൽ ഒരു ദിവസം നീ പോകും, അതും കിട്ടി. അപ്പൊ ഓടിക്കുന്ന ആളാരാ? ശരീരം. അല്ല, ഓടിക്കുന്ന ആള് ഈ ജീവൻ. ഈ ജീവന് ശരീരം കിട്ടി. അപ്പൊ 2-3 സാധനങ്ങൾ ഇപ്പൊ ഉറപ്പായിട്ടും കിട്ടി ഇല്ലേ? അപ്പൊ യാത്ര ചെയ്യുന്ന വാഹന ശരീരമാണ്. ഈ യാത്രയുടെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം നിത്യാനന്ദ സുഖം തരുന്ന പരമാത്മാവ്. അപ്പൊ നമ്മള് അതിൽ നിന്ന് എവിടുന്നോ പിരിഞ്ഞു വന്നു. നമ്മളെന്താ, വിഷമമാണ് നമുക്ക്. നമ്മൾ ദുഃഖിച്ച് നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ വിട്ടിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നു. ഇനി എനിക്ക് തിരിച്ചു പോണം, പരമാത്മാവിന്റെ അടുത്ത് പോണം. അത് വേറെ എവിടെയോ വലിയ ഒരു ലോകത്ത് അല്ലെ? പരാ എന്ന് പറയുന്ന, പരവെളി എന്നൊക്കെ പറയുന്ന, ഈ പറയുന്ന അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ പുറത്തുള്ള ഒരു പ്രകാശമാണ് പരമാത്മാവ്. അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ഞാൻ അവിടുന്ന് വന്ന പിഞ്ച് പൈതലാണ്. എനിക്ക് തിരിച്ച് അവിടെ പോകുമ്പോൾ സന്തോഷം കിട്ടും. എനിക്ക് അവിടെ പോണം. കുറേ ജന്മങ്ങൾക്ക് ശേഷം നമ്മൾ പറയുകയാണ്, എനിക്ക് ഇനി തിരിച്ചു പോയാലേ സന്തോഷമുള്ളൂ. കാരണം ഇവിടെ ഞാൻ പെർമനന്റ് അല്ല. ഇവിടുന്ന് എന്നെ ചവിട്ടി പുറത്താക്കും. കുറെ കാലം ഒന്നും ഭൂമിയിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം ശരീരം എല്ലാം കീറി തുടങ്ങും. അതിനെ നമുക്ക് കളഞ്ഞേ പറ്റൂ. അപ്പൊ എന്താ വേണ്ടത്? പോയേ പറ്റൂ. അപ്പൊ പിന്നെ എന്താ, നല്ലയിടത്ത് പൊക്കൂടെ? എനിക്ക് നിത്യാനന്ദ സുഖം തന്നെ വേണം. അത് പരമാത്മാവേ തരുള്ളൂ. തത് വിഷ്ണു പരമം പദം, നിത്യമായിരിക്കുന്ന ശാന്തി. ഈ ശരീരമാകുന്ന വാഹനത്തെ വലിക്കുന്നതാരാ? 5 കുതിരകളാണ് അല്ലെ? ആ 5 കുതിരകളെ കൊടുത്തിട്ടുണ്ട് ഈ ശരീരമാകുന്ന വാഹനത്തെ വലിക്കാൻ. അതിനെയാണ് നമ്മൾ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അപ്പൊ ഈ കുതിരകളെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് സാരഥി. ഇതിനെ ഓടിക്കാൻ ഒരു ഡ്രൈവർ ഉണ്ട്. ആ ഡ്രൈവറുടെ പേരാണ് ഇന്റലക്ട് അല്ലെങ്കിൽ ബുദ്ധി. ഭഗവാനാണ് സാരഥിയായിട്ടിരിക്കുന്നത് അല്ലെ? നമുക്ക് ആ ചിത്രത്തിൽ നമുക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാനാണ് അവിടെ ബുദ്ധിയുടെ രൂപത്തിലിരിക്കുന്നത്. അപ്പൊ ഏത് വഴി പോകണം, ഏത് വഴിയാണ് നല്ലത്, എത്ര സമയമെടുക്കും, വഴിയിൽ വല്ല തടസ്സങ്ങളുണ്ടോ, എല്ലാം അറിഞ്ഞു വെക്കുന്നത് ആരാ? ബുദ്ധിയാ. അപ്പൊ ബുദ്ധിയാകുന്ന സാരഥി, ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിക്കുന്ന ചരട്.
നമുക്കറിയാം ഈ 5 കുതിരകളുടെയും കണ്ണിന്റെ സൈഡില് 2 എന്താ പറയാ പട്ട വെച്ച് മറച്ചിട്ട് ഇതെല്ലാം കൂടെ ഒരു ചരടിൽ എടുത്തിട്ട് ഈ 5 ചരടും ബുദ്ധിയാകുന്ന ആ ഓടിക്കുന്ന ആളിങ്ങനെ പിടിച്ചിരിക്കുകയാണ് ആ ചരടിന്, അല്ലെ? ആ ചരടെന്ന് പറയുന്നത്, ആ ചരട് എന്താണ്? ആ ചരടിനെയാണ് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ കൂട്ടത്തെ പിടിച്ചിരിക്കുന്ന, ബന്ധിക്കുന്ന 5 ഇന്ദ്രിയങ്ങളെ ഒരുമിച്ച് നമ്മൾ പിടിച്ചിട്ട് ഈ ബുദ്ധിയാകുന്ന ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. നിശ്ചയം എടുക്കുന്നത് ആരാണ്? ബുദ്ധിയാണ്, മനസ്സല്ല. പ്രഗ്രഹം, മനഃപ്രഗ്രഹമേവച. ആ മനസ്സ് എന്ത് ചെയ്തു? ആ മനസ്സ് ഈ ചരടായിട്ട് വർത്തിക്കുകയാണ്. നിശ്ചയം എടുക്കുന്നത് നിശ്ചയാത്മിക ബുദ്ധി. ഇനി സഞ്ചരിക്കേണ്ട 5 പാതകളാണ്. 5 പാതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖം കിട്ടും, നിത്യമായിട്ടുള്ള ആനന്ദം കിട്ടും. അവയെ നമ്മൾ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ എന്ന് പറയുന്നു. നമുക്ക് 5 വഴികളാണ് നമ്മുടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. ഏത് വഴി കൂടെ വേണമെങ്കിലും പോ. കണ്ണ് പറയണു, കണ്ണിന്റെ വഴി പോയാൽ കിട്ടുന്നു. ചെവി പറയുന്നു, ചെവിയുടെ വഴി പോയാൽ കിട്ടുന്നു. മൂക്ക് പറയുന്നു, നല്ല മണാണ്, ആ വഴി പോയാൽ കിട്ടുന്നു, അല്ലെ? നാക്ക് രസം പറയുന്നു, എന്താണ്, ഈ വഴിയെ പോകൂ, ഞാൻ പറഞ്ഞു തരാം. സ്പർശം, ത്വക്ക് പറയുന്നു, ഞാനാണ് ഇതെല്ലാം അറിയുന്നത്, എനിക്ക് വായുവിന്റെ ഗുണമാണുള്ളത്, ഈ വഴി പോകും. അങ്ങനെ 5 വഴി ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ വിഷയങ്ങൾ എന്ന് പറയുന്നത്. വിഷയങ്ങൾ. അപ്പൊ ഇങ്ങനെ ജീവാത്മാവ് ഈ പറഞ്ഞ എന്താ പറയാ എല്ലാം തന്നെ ഒരുമിച്ച് ചേർത്ത് നിർത്തി സഞ്ചരിച്ചാല് ജീവിത പന്ഥാവിലൂടെ നന്നായിട്ട് സഞ്ചരിച്ച് പരമാത്മാവിൽ എത്താമെന്ന് ശാസ്ത്രങ്ങൾ പറയണു. പരമാത്മാവ് എവിടെയോ ഇരിക്കുന്നു, അല്ലെ? ആ പരമാത്മാവിൽ എത്തണമെങ്കിൽ എന്ത് വേണം? ഈ കുതിരകളെ നല്ലതായിട്ട് തെളിച്ചിട്ട് പോണം എന്നാണ് ആദ്യത്തെ നമ്മുടെ അറിവ്, അല്ലെ? ഇത് ബേസിക് അറിവാണ്. അപ്പൊ പരമാത്മാവ് എവിടെയോ ഇരിക്കണമെന്നാണ് ഇപ്പൊ നമ്മുടെ അറിവ്. അതിനുവേണ്ടി നമ്മൾ കുതിരകളെ തെളിച്ച് ഈ പറയുന്ന പ്രപഞ്ചത്തിൽ വന്ന് ഈ ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിച്ച് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരാൾ മിണ്ടാതെ ഇരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ആ ഒരു രഥി അല്ലെങ്കിൽ ജീവൻ. ഒന്നും മിണ്ടുന്നില്ല, അല്ലെ? അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ മനസ്സ് എന്തൊക്കെയോ പറയുന്നു, ആ മനസ്സിന്റെ ഇതനുസരിച്ച് ബുദ്ധിക്ക് കൊടുക്കുന്നു. ബുദ്ധി എങ്ങനെയൊക്കെയോ പൊക്കോണ്ടിരിക്കുന്നു. ഈ പറയുന്ന ജീവൻ എന്ന് പറയുന്ന ആൾ ഒന്നും മിണ്ടുന്നില്ല, അല്ലെ? ഇപ്പൊ വളരെ കെയർഫുൾ ആയിരിക്കുന്ന ഒരാൾ എന്ത്? കെയർഫുൾ പേഴ്സൺ അല്ലെങ്കിൽ അലേർട്ട്ഫുൾ പേഴ്സൺ എന്ന് പറയുന്നത് എന്താ? ജാഗ്രവാൻ അല്ലെങ്കിൽ ആത്മാവാൻ. ആ തന്റെ മനസ്സ്, ബുദ്ധി, ശരീരം ഈ മൂന്നിനെയും നിയന്ത്രണത്തിൽ വയ്ക്കുന്നവനെയാണ് നമ്മൾ പറയില്ലേ ബോഡി, മൈൻഡ്, ഇന്റലക്ട് കോംപ്ലക്സ് എന്ന് എപ്പോഴും എന്താ പറയാ ചിന്മയാനന്ദ സ്വാമി പറയുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അതായത് ബോഡി അല്ല, ശരീരം, മനസ്സ്, ബുദ്ധി. ഇതിനെ അറിഞ്ഞ് നിയന്ത്രിക്കുന്നവൻ ഈ കുതിരകളെ നല്ല വഴികളിലൂടെ സഞ്ചരിച്ച് ബുദ്ധിയാകുന്ന സാരഥിയെ, ഇതിൽ സഞ്ചരിക്കുന്ന ജീവനാകുന്ന യാത്രക്കാരനെ പരമാത്മ പദത്തിൽ എത്തിക്കും, ഉറപ്പാണ്. അപ്പൊ അതിനെന്തൊക്കെ വേണം? അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടോ? അതോ ദൂരം കുറവാണോ? അല്ലെ? നമ്മള് സഞ്ചരിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ? നമ്മൾ ഇനി എത്ര കാലം എടുത്താൽ അവിടെ എത്തിച്ചേരും? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകാം, അല്ലെ? എല്ലാത്തിനും സാക്ഷി ഭാവത്തില് ജീവൻ ഇതിനകത്ത് ഇരിക്കുകയാണ്. ആ ജീവനെയാണ് നമ്മൾ സുഖി, ദുഃഖി എന്നൊക്കെ പറഞ്ഞ് എന്താ പറയാ നിത്യ അനിത്യ വിവേകത്തോടു കൂടി ഒന്നിലും യാതൊരു സ്പർശവുമില്ലാതെ മലത്രയങ്ങൾ ഒന്നും പറ്റാതെ പൂർണ്ണ സ്ഫടികം പോലെ തിളങ്ങുന്ന ആ ജീവൻ എന്ന് പറയുന്ന ആത്മാവ് നമ്മുടെ ഉള്ളില് ഈ രഥത്തിൽ ഇരിക്കുകയാണ്. ആ രഥത്തിൽ നമ്മൾ പലതും ആരോപിക്കണു, ഇല്ലേ? അത് എന്നും സുഖമാണ്, സന്തോഷമാണ്, അറിവാണ്, പൂർണ്ണമാണ്. പക്ഷെ അതിന്റെ പുറകിൽ നമ്മൾ പറയണു അറിയില്ല, ദുഃഖിയാണ്, ഞാൻ വിഷമാണ്, എനിക്ക് കാലില്ലാത്തവനാണ്, ഞാൻ ഈ കർമ്മമാണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് അത് പക്ഷെ എന്താ? ഒന്നും മിണ്ടാതെ ഈ ശരീരത്തിനകത്ത് ഒരു യാത്രക്കാരനെ പോലെ ഇരിക്കണം. ഈ യാത്രക്കാരനെ കൊണ്ടെത്തിക്കേണ്ട ചുമതല ആർക്കാ? ഒരു സമയം ഈ ജീവൻ തന്നെ നമുക്ക് സഹിക്കാൻ വയ്യാതാവുമ്പോ ഈ യാത്രക്കാരനെ എത്തേണ്ടടുത്ത് എത്തിക്കും, ഉറപ്പാണ്. കാരണം അത് നമ്മുടെ ഉള്ളിൽ, അതിനെയാണ് ഈശ്വരാനുഗ്രഹം. അത്രയ്ക്ക് നമ്മുടെ മനസ്സുകൊണ്ട് കേഴുമ്പോ ഈ ജീവനെ എത്തിക്കേണ്ട ചുമതല ആർക്കാണ്? ജീവൻ തന്നെ സ്വയം ഏറ്റെടുത്ത് ഈ വഴി കണ്ടെത്തും, നമ്മളെ അവിടെ എത്തിക്കും. നമുക്കത് നാളെ നോക്കാം, എങ്ങനെയാണ് എന്തൊക്കെ അനുസരിച്ചാലാണ് നമുക്ക് അവിടെ എത്താൻ സാധിക്കുക എന്ന്. നമുക്ക് ഇന്നിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.